മനുഷ്യ വന്യമൃഗ സംഘർഷം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമാകുന്നുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. ഇന്നലെ നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കൃഷി, റവന്യൂ തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മനുഷ്യ വന്യജീവി സംഘർഷ നടപടികളെ ബാധിക്കുന്നു. വനേതര ഭൂമി വേർതിരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. മൃഗങ്ങൾക്ക് വെള്ളവും ആഹാരവും കാടിനുള്ളിൽ ഉറപ്പുവരുത്തുന്നതിലും വനം വകുപ്പ് പരാജയപ്പെട്ടു. ഇതുമൂലം വന്യജീവികൾ നാട്ടിലിറങ്ങി. വന്യജീവി സെൻസസ് കൃത്യമായി നടപ്പാക്കിയില്ല. വനഭൂമി, വൈദ്യുതി വകുപ്പ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൈമാറി. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 2017 മുതൽ 2021 വരെ 29,798 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 445 പേരുടെ ജീവൻ നഷ്ടമായി. വന്യജീവി ആക്രമണത്തിൽ ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 12.48% വയനാട്ടിൽ നിന്നാണ്. ആനത്താരകളുടെ നിർമ്മാണം മന്ദഗതിയിലാണ്. 9 ആനത്താരകൾ നിർമ്മിക്കേണ്ടതിൽ തിരുനെല്ലി, കുതിരക്കോട്ട് ആനത്താരയാണ് പൂർത്തിയായത്. 3 ഇടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് എത്തിയപ്പോൾ മറ്റിടങ്ങളിൽ പ്രാഥമിക നടപടികൾ പോലും ആയിട്ടില്ല. ഇതിന് പഠനം മാത്രം നടക്കുകയാണെന്ന് CAGയുടെ റിപ്പോർട്ടിൽ പറയുന്നു.